ഈ ശ്രീ വിപിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന നയം എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാവരോടും നിഷ്പക്ഷമായി ഒരേപോലെ പെരുമാറേണ്ട പോലീസ് ഇങ്ങനെ പെരുമാറുന്ന ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ അവസാനമായിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വട്ടിയൂർക്കാവ് പോലീസ് ചില BJP പ്രവർത്തകരെയും സംഘപ്രവർത്തകരെയും തിരഞ്ഞുപിടിച്ച് നമ്മുടെ എമർജൻസി കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അതിക്രൂരമായ മർദ്ദന മുറകൾ നടത്തി വരുന്നതായിട്ട് കാണുന്നത്. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകനായിട്ടുള്ള ശ്രീ ബിനു, അദ്ദേഹം മലമുകൾ പള്ളിയുടെ തന്നെ ഒരു സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്, BJPയുടെ പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാൻ യാതൊരു നിർവാഹവുമില്ല. രഞ്ജിനി ഹൗസ് എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലുള്ള വീടാണ്. അവിടെ ഒരു വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും കൂടെ ചേർന്ന്. ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് ആണ്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് അദ്ദേഹം CPMൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സുനിൽ എന്ന് പേരുള്ള ഒരു ആളാണ് രഞ്ജിനി എന്ന് പറയുന്ന ആ ലേഡിയുടെ മുമ്പിൽ വെച്ചിട്ട് വളരെ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചതും മുണ്ടുപൊക്കി കാണിച്ചതും ഒക്കെ. ഇതിനൊരു പരാതി എഴുതി കൊടുത്തതിന് ഒരു കൃത്യസമയത്ത് ഒരു കേസ് പോലും എടുക്കാൻ കൂട്ടാക്കാതെ അവസാനം 17-ാം തീയതി നടന്ന ഒരു സംഭവത്തിന് 19-ാം തീയതിയാണ് പോലീസ് FIR പോലും ഇട്ടിരിക്കുന്നത്. അതിലിതുവരെ ആരെയും അറസ്റ്റ് ചെയ്തതായിട്ടും അറിയില്ല. പക്ഷേ ഇതിന് മുമ്പായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള നടപടികളാണ്. വീട്ടിൽ കയറാൻ പറ്റാതിരുന്ന ബിനുവിനെയും ഫാമിലിയെയും സ്വന്തം വീട്ടിൽ താമസിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പല പോലീസ് ഓഫീസേഴ്സിനെയും സമീപിച്ചപ്പോൾ അതൊക്കെ വിശദമായിട്ട് ഇവർ പറയും. പക്ഷേ വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ CPMക്കാരും കോൺഗ്രസ്സുകാരും പോലീസുകാരും കൂടെ ചേർന്ന് കുറച്ച് BJP പ്രവർത്തകരെ ഉപദ്രവിച്ച് നമ്മുടെ സീനിയർ നേതാക്കന്മാരെ പോലും ലാത്തിയും പുളിവാറും ഒക്കെ ഇട്ട് മർദ്ദിച്ചിട്ടൊക്കെയായിരുന്നു അന്ന് ദിവസം രാത്രിയിൽ ഒരു ഭീകരാവസ്ഥ സൃഷ്ടിച്ച് അന്ന് വനിതകളടക്കം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയവർക്കെതിരെ കേസ്, അങ്ങനെ നിരന്തരം കേസുകൾ എടുക്കുകയും നിരന്തരം ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തതിൻ്റെ പാരമ്യതയിലാണ് ഇന്നലെ നടന്ന സംഭവം. ഇന്നലെ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി പ്രതികളല്ലാത്ത കുറച്ച് പേരെ പിടിച്ചുകൊണ്ടുപോയി പോലീസിൻ്റെ വണ്ടിയിലിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് ശ്രീ ബിനുവിനെ, അതായത് ഈ രഞ്ജിനിയുടെ ഹസ്ബൻഡ് ബിനുവിനെ അടക്കം കണ്ണൊക്കെ അടിച്ച് പൊട്ടിച്ചുള്ള ഒരു മർദ്ദനത്തിൽ പോലീസ് ചെയ്ത് ആശുപത്രിയിൽ വെച്ചിട്ട്, ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ട് ഈ ഇടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചേർന്നിട്ടാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയതിനെ ഞങ്ങൾ തടയുകയും നിങ്ങളെല്ലാവരും അതിന് ദൃക്സാക്ഷി ആയത് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ജനങ്ങളുടെ മുന്നിൽ എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഇത് തികച്ചും പക്ഷപാതപരമായിട്ട് പോലീസ് പെരുമാറിയതാണ് എന്നുള്ളൊരു മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിട്ടുള്ള എനിക്ക് നല്ലപോലെ അറിയാം.